ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. +1 ഫിസിക്സ് യൂണിറ്റ് 4 മോഷൻ ഇൻ എ പ്ലെയിൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്വിക്ക് റിവിഷനാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നമുക്ക് വേഗം ഒന്ന് ഓടിച്ചു വിടാം. ഫസ്റ്റ് വൺ ഈസ് സ്കാലാർ ക്വാണ്ടിറ്റീസും വെക്റ്റർ ക്വാണ്ടിറ്റീസും. സ്കാലാർ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ഉണ്ടാവുള്ളൂ, ഡയറക്ഷൻ അവിടെ പറയുന്നില്ല. അതിന് എക്സാമ്പിളാണ് ഡിസ്റ്റൻസ്, സ്പീഡ്, ടെമ്പറേച്ചർ, ടൈം എക്സെട്ര. വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ക്വാണ്ടിറ്റീസാണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. അതിന് എക്സാമ്പിളാണ് ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, ഫോഴ്സ് എക്സെട്ര. സ്കാലേഴ്സും വെക്റ്റേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പഠിച്ചു വയ്ക്കുക. സ്കാലേഴ്സ് എന്ന് പറയുമ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, വെക്റ്റേഴ്സിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടായിരിക്കും. സ്കാലേഴ്സ് എന്ന് പറയുന്നതിന് സ്കാലാർ ക്വാണ്ടിറ്റീസിൻ്റെ ചേഞ്ച് സംഭവിച്ചു എന്ന് വെച്ചാൽ മാഗ്നിറ്റ്യൂഡിലാണ് അവിടെ ചേഞ്ച് സംഭവിക്കുന്നുള്ളൂ. പക്ഷേ വെക്റ്റർ ക്വാണ്ടിറ്റിയിൽ ചേഞ്ച് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡിൽ ചേഞ്ച് സംഭവിക്കാം, ഡയറക്ഷനിൽ ചേഞ്ച് സംഭവിക്കാം, അല്ലെങ്കിൽ ഇത് രണ്ടെണ്ണത്തിലും ചേഞ്ച് സംഭവിക്കാം. സ്കാലാർ ക്വാണ്ടിറ്റീസ് നമുക്ക് ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും ഡിവൈഡ് ചെയ്യാനും സാധിക്കും, സാധാരണ നമ്മുടെ ഓൾജിബ്രായിക് ലോ ഉപയോഗിച്ചുകൊണ്ട്. വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പറ്റില്ല. നമ്മൾ വെക്റ്റേഴ്സിൻ്റെ ലോസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനും പറ്റും. സ്കാലാർ ക്വാണ്ടിറ്റീസ് നമുക്ക് സാധാരണ ലെറ്റേഴ്സ് ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യാം. പക്ഷേ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ ഒന്നെങ്കിൽ ബോൾഡ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ എഴുതിയിട്ട് നമ്മളൊരു വെക്റ്റർ സൈൻ ലെറ്റർ എഴുതിയിട്ട് മുകളിലൊരു ആരോ മാർക്ക് ഇടേണ്ടതായിട്ട് വരും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെക്റ്റേഴ്സ്. ഈക്വൽ വെക്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, തന്നിരിക്കുന്ന രണ്ട് വെക്റ്റേഴ്സിനും ഇപ്പോൾ എ വെക്റ്ററും ബി വെക്റ്റർ ആണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് വെക്റ്റേഴ്സ് അഥവാ നെഗറ്റീവ് വെക്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് രണ്ടെണ്ണത്തിൻ്റെയും ഈക്വൽ ആയിരിക്കും, പക്ഷേ ഡയറക്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കും. ഒന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ടായിരിക്കും. ഓക്കെ, ഇനി എന്താണ് ലൈക്ക് വെക്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ലൈക്ക് വെക്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വെക്റ്റേഴ്സും സെയിം ഡയറക്ഷൻ ആയിരിക്കും, പക്ഷേ മാഗ്നിറ്റ്യൂഡ് ഡിഫറെൻ്റ് ആയിരിക്കും. അൺലൈക്ക് വെക്റ്റേഴ്സോ? അൺലൈക്ക് വെക്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് മാഗ്നിറ്റ്യൂഡ് ആയിരിക്കും, പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് ഡിഫറെൻറ്റോ സെയിം ആയിരിക്കാം, പക്ഷേ എന്താണ്, ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇനി അടുത്തത് യൂണിറ്റ് വെക്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിറ്റ് വെക്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എ യൂണിറ്റ് വെക്റ്റർ, ദാറ്റ് മീൻസ് എങ്ങനെ എഴുതാം? എ യൂണിറ്റ് വെക്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെക്റ്റർ ഡിവൈഡഡ് ബൈ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ദാറ്റ് മീൻസ് എ യൂണിറ്റ് വെക്റ്റർ. യൂണിറ്റ് വെക്റ്ററിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക ഇങ്ങനെ ഒരു ക്യാപ്പ് ഇട്ടിട്ടാണ്. എ യൂണിറ്റ് വെക്റ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു എ വെക്റ്റർ ഡിവൈഡ് ബൈ മോഡുലസ് ഓഫ് എ വെക്റ്റർ. മോഡുലസ് ഓഫ് എ വെക്റ്റർ മീൻസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ ആണ്. എക്സ് ആക്സിസിലുള്ള യൂണിറ്റ് വെക്റ്ററിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഐ ക്യാപ്പ് ഉപയോഗിച്ചിട്ടാണ്. വൈ ആക്സിസിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ജെ ക്യാപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഇസഡ് ആക്സിസിലുള്ളത് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് കെ ക്യാപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതറിഞ്ഞിരിക്കണം. അടുത്തത് കോപ്ലാനാർ വെക്റ്റേഴ്സാണ്. കോപ്ലാനാർ വെക്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെയിം പ്ലെയിനിലുള്ള വെക്റ്റേഴ്സ് ആണെങ്കിൽ, അതായത് ഇത്രയും വെക്റ്റേഴ്സ് സെയിം പ്ലെയിനിലാണ് കിടക്കുന്നത്, അതിന് നമുക്ക് കോപ്ലാനാർ വെക്റ്റേഴ്സ് എന്ന് പറയാം. കോലിനിയർ വെക്റ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവ ഒരു എല്ലാതും സെയിം സ്ട്രേറ്റ് ലൈനിലായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കുക. മാഗ്നിറ്റ്യൂഡ് സെയിമോ അല്ലാതെയോ വരാം, പക്ഷേ അവയെല്ലാം സെയിം സ്ട്രേറ്റ് ലൈനിലായിരിക്കും കിടക്കുന്നുണ്ടായിരിക്കും. അതാണ് കോലിനിയർ വെക്റ്റേഴ്സ്. പാരലൽ വെക്റ്റേഴ്സ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആ രണ്ട് വെക്റ്റേഴ്സിനും സെയിം ഡയറക്ഷൻ ആയിരിക്കും. അവ തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അവ തമ്മിലുള്ള ആംഗിൾ 0 ഡിഗ്രി ആയിരിക്കും. അവ എന്താണ്, സെയിം ഡയറക്ഷനിലായിരിക്കും. അതാണ് പാരലൽ വെക്റ്റേഴ്സ്. എന്നിങ്ങനെ തുടങ്ങിയ കുറച്ചധികം വെക്റ്റേഴ്സൊക്കെ ഉണ്ട്. ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു. നെക്സ്റ്റ് വൺ ഈസ് ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡിഷനും പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡിഷനും. അപ്പോൾ ഈ രണ്ട് ലോസാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് വെക്റ്റർ അഡിഷൻ്റെ കേസിൽ. ട്രയാങ്കിൾ ലോ ഓഫ് വെക്റ്റർ അഡിഷൻ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് വെക്റ്റേഴ്സ്, ഇപ്പോൾ അതാ എ വെക്റ്റർ ഇവിടെ ബി വെക്റ്ററും ഉണ്ട്, അതിന് നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എ വെക്റ്ററിൻ്റെ ഹെഡ് പൊസിഷനിൽ നിന്ന് ബി വെക്റ്ററിൻ്റെ ടൈലായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കും. ഈ ആരോ മാർക്ക് വരുന്നതാണ് ഹെഡ് പൊസിഷൻ, മറ്റേതാണ് ടൈൽ പൊസിഷൻ. അപ്പോൾ എന്താണ്, ഇതിൻ്റെ എ വെക്റ്ററിൻ്റെ ഹെഡ് പോയിന്റിൽ നിന്ന് ബി വെക്റ്ററിൻ്റെ ടൈലായിട്ട് ജോയിൻ ചെയ്യിപ്പിക്കും. അവയുടെ ആ ഒരു ട്രയാങ്കിൾ രൂപത്തിൽ നമ്മൾ അതിനെ കംപ്ലീറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സൈഡാണ് ഇത് റിസൾട്ടൻ്റ് വെക്റ്റർ ആർ വെക്റ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ എന്ന് പറയാൻ പറ്റും. എ വെക്റ്റർ പ്ലസ് ബി വെക്റ്റർ എന്ന് എഴുതിയാലും ബി വെക്റ്റർ പ്ലസ് എ വെക്റ്റർ എന്ന് എഴുതിയാലും ഈക്വലാണ്. അപ്പോൾ ലോ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡിഷൻ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന രണ്ട് വെക്റ്റേഴ്സാണ്, പി വെക്റ്ററും ക്യൂ വെക്റ്റർ എന്ന് പറയുന്നത്. ഈ പി വെക്റ്ററിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ വരയ്ക്കുന്നു. ക്യൂ വെക്റ്റർ എന്ന് പറയുന്നത് എന്താണ്, ഈ രണ്ട് വെക്റ്ററിനെയും പി വെക്റ്ററിനെയും ക്യൂ വെക്റ്ററിനെയും പാരലോഗ്രാമിൻ്റെ രണ്ട് സൈഡുകളായിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അതിലെ രണ്ടെണ്ണത്തിൻ്റെയും ടെയിലുകളാണ് നമ്മൾ ഒരുമിപ്പിക്കുന്നത്. ഹെഡും ടെയിലല്ല, രണ്ടിൻ്റെയും ടെയിലുകളാണ് നമ്മളിവിടെ ഒരേ പോയിന്റിൽ നിന്ന്
ജോയിൻ ചെയ്യുന്നത്. ഇത് പി വെക്റ്റർ, ഇത് ക്യൂ വെക്റ്റർ. എന്നിട്ട് നമ്മളിവിടെ എന്താണ് ഒരു പാരലോഗ്രാം മാതിരി അവയെ ജോയിൻ ചെയ്യുന്നു. അതിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നതാണ് എന്ത് നമ്മുടെ റിസൾട്ടൻ്റ് വെക്റ്റർ. ദാറ്റ് ഈസ് ഈക്വൽ ടു പി പ്ലസ് ക്യൂ വെക്റ്റർ വരിക. ഓക്കെ, അപ്പോൾ ആ ലോ ഒന്ന് വായിച്ചു നോക്കാം. പിന്നെ റെക്ടാങ്കുലർ കമ്പോണൻസ് ഓഫ് എ വെക്റ്ററിൻ്റെ പ്ലെയിൻ ആണ്. അപ്പോൾ നമ്മളിവിടെ ഒരു പ്ലെയിൻ എക്സ് വൈ പ്ലെയിൻ എടുത്തു, അതിൽ എ വെക്റ്റർ വരച്ചു. ഓക്കെ, അതിൽ എ വെക്റ്റർ ആണത്. അതിൽ എക്സ് ആക്സിസിലെ കമ്പോണൻ്റ് ഉണ്ട്, വൈ ആക്സിസിലെ കമ്പോണൻ്റ് ഉണ്ട്. ഇതിന് നമ്മളിവിടെ തീറ്റ എന്ന് പറഞ്ഞൊരു ആംഗിൾ എടുത്തു. ഓക്കെ, അപ്പോൾ എ എന്ന് പറഞ്ഞ വെക്റ്ററിൻ്റെ എക്സ് ആക്സിസിലെ കമ്പോണൻ്റ് ഞാൻ എ എക്സ് എന്നും വൈ ആക്സിസിലുള്ള കമ്പോണൻറ്റിൻ്റെ എ വൈ എന്നും വിളിച്ചു. എക്സ് ആക്സിസിലുള്ള യൂണിറ്റ് വെക്റ്റർ ആണ് ഇത് ഐ യൂണിറ്റ് വെക്റ്റർ. സോ എ എക്സ് ഐ യൂണിറ്റ് വെക്റ്റർ. വൈ ആക്സിസിലുള്ളതാണ് ജെ യൂണിറ്റ് വെക്റ്റർ. സോ എ വൈ ജെ യൂണിറ്റ് വെക്റ്റർ എന്നും പറയാൻ പറ്റും. സോ അവർ ഇക്വേഷൻ വിൽ ബി എ വെക്റ്റർ ഈക്വൽ ടു എ എക്സ് ഐ യൂണിറ്റ് വെക്റ്റർ പ്ലസ് എ വൈ ജെ യൂണിറ്റ് വെക്റ്റർ എന്ന് വരും. അപ്പോൾ ഇതിനെ നമ്മൾ ഈ എ എന്ന് പറഞ്ഞ വെക്റ്ററിനെ നമ്മൾ രണ്ടെണ്ണമായിട്ട് റിസോൾവ് ചെയ്തു എന്ന് പറഞ്ഞു. ഒന്ന് എക്സ് ആക്സിസിലും ഒന്ന് വൈ ആക്സിസിലും. ഇതിൽ തീറ്റയ്ക്ക് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് എടുക്കുന്നതാണ് കോസ് തീറ്റ കമ്പോണൻറ്റ്. സോ നമുക്ക് എ വെക്റ്റർ കോസ് തീറ്റ കമ്പോണൻ്റ് ആണ് ഇത്. വൈ ആക്സിസിൽ കിടക്കുന്നത് എന്താവും? വൈ ആക്സിസിൽ കിടക്കുന്നതാണ് എന്ത് എ വൈ സൈൻ തീറ്റ കമ്പോണൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എ എക്സ് കമ്പോണൻ്റ് എന്താണെന്നിരുന്നു, എ വൈ കമ്പോണൻ്റ് എന്താണെന്നിരുന്നു, അതിൽ നിന്ന് ടാൻ തീറ്റ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ടാൻ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു എ വൈ വെക്റ്റർ ഡിവൈഡ് ബൈ എ എക്സ് വെക്റ്റർ ആണ് വരിക. ഇനി എ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവയുടെ കമ്പോണൻസിൻ്റെ സ്ക്വയറുകൾ ആഡ് ചെയ്ത് റൂട്ട് കണ്ടുപിടിക്കണം. സോ റൂട്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ. ഇനി നമുക്ക് 3 ഡയമെൻഷനിലെ കേസിലാണെങ്കിൽ എ വെക്റ്ററിൻ്റെ ഇക്വേഷൻ എ എക്സ് ഐ യൂണിറ്റ് വെക്റ്റർ പ്ലസ് എ വൈ ജെ യൂണിറ്റ് വെക്റ്റർ പ്ലസ് എ സെഡ് കെ യൂണിറ്റ് വെക്റ്റർ എന്ന് വരും. മോഡുലസ് ഓഫ് ഓർ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് എ എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ ആണ്. ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെ ഈ വെക്റ്റർ വെച്ചിട്ട് എഴുതുന്ന അതിൻ്റെ പൊസിഷൻ വെക്റ്റർ എന്താണ്, വെലോസിറ്റി വെക്റ്റർ എന്താണ് എന്നുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അത് ജസ്റ്റ് ഒന്ന് ആ ടേംസും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി നമ്മളിവിടെ പറഞ്ഞതാണ്. ആർ വെക്റ്റർ വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ്, ഇതൊരു എക്സ് വൈ പ്ലെയിൻ ആണ്. ഇതിനകത്ത് പി എന്ന് പറഞ്ഞൊരു പോയിന്റിലാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. ഇതാണ് എൻ്റെ ഒ എന്ന് പറയുന്നത്. ഇതിനുള്ള പൊസിഷൻ എന്ന് പറയുന്നത് ആർ വെക്റ്റർ ആണ്. പൊസിഷൻ വെക്റ്റർ ആർ വെക്റ്റർ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആർ വെക്റ്റർ വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഐ യൂണിറ്റ് വെക്റ്റർ പ്ലസ് വൈ ജെ യൂണിറ്റ് വെക്റ്റർ നമുക്ക് എഴുതാൻ പറ്റും. ഇനി ഇതിൽ ഡെൽറ്റ ആർ എന്ന് പറയുന്നത് എന്താണ്? ഇത് ഇവിടെ ആർ വെക്റ്റർ ആണ്. ഇനി പി എന്ന് പറഞ്ഞതിൽ നിന്ന് പി പ്രൈം എന്ന് പറഞ്ഞ പൊസിഷനിലേക്ക് നമ്മുടെ ഒബ്ജക്റ്റ് മാറി എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ വെക്റ്ററിനെ ഞാൻ എന്ത് വിളിച്ചു? ആർ പ്രൈം വെക്റ്റർ എന്ന് വിളിച്ചു. സോ ആർ പ്രൈം വെക്റ്റർ മൈനസ് ആർ വെക്റ്ററിൻ്റെ ഡിഫറൻസ് ആണ് ഡെൽറ്റ ആർ എന്ന് പറയുന്നത്. അത് ചെയ്യുമ്പോൾ നമുക്ക് ഡെൽറ്റ എക്സ് ഐ യൂണിറ്റ് വെക്റ്റർ പ്ലസ് ഡെൽറ്റ വൈ ജെ യൂണിറ്റ് വെക്റ്റർ എന്ന് കിട്ടും. ഇതാണ് പൊസിഷൻ വെക്റ്റർ. ഇനി വെലോസിറ്റി വെക്റ്റർ എന്ന് വെച്ചാൽ എന്താണ്? കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ട് ഫൈനൽ ഇക്വേഷൻ മാത്രം പറഞ്ഞു പോവാണ്. വി വെക്റ്റർ വിച്ച് ഇസ് ഈക്വൽ ടു വി എക്സ് ഐ യൂണിറ്റ് വെക്റ്റർ പ്ലസ് വി വൈ ജെ യൂണിറ്റ് വെക്റ്റർ എന്ന് പറയും. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി വെക്റ്റർ ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഈക്വൽ ടു റൂട്ട് ഓഫ് വി എക്സ് സ്ക്വയർ പ്ലസ് വി വൈ സ്ക്വയറിന് എഴുതാൻ പറ്റും. ടാൻ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു വി വൈ ഡിവൈഡഡ് ബൈ വി എക്സ് എന്ന് എഴുതാം. ഓക്കെ, ഇനി അടുത്തത് ആക്സിലറേഷൻ വെക്റ്റർ ആണ്. ആക്സിലറേഷൻ വെക്റ്റർ എ വെക്റ്റർ വിച്ച് ഇസ് ഈക്വൽ ടു എ എക്സ് ഐ യൂണിറ്റ് വെക്റ്റർ പ്ലസ് എ വൈ ജെ യൂണിറ്റ് വെക്റ്റർ ആണ്. ഓക്കെ, നമ്മൾ സാധാരണ വെലോസിറ്റി വെക്റ്ററും പൊസിഷൻ വെക്റ്ററും ഒക്കെ എഴുതിയ പോലെ നമ്മൾ എഴുതുന്നു. അപ്പോൾ എ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? റൂട്ട് ഓഫ് എ എക്സ് വെക്റ്റർ എ സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ 1-2 ഇക്വേഷൻസ് അവിടെ പരിചയപ്പെട്ടായിരുന്നു. ആ ഇക്വേഷൻസ് മാത്രം എഴുതുന്നു. എന്താണ്? വി ഈക്വൽ ടു വി 0 പ്ലസ് 80 എന്നതിൽ നിന്ന് നമ്മൾ വെക്റ്ററിൻ്റെ ഫോമിൽ എഴുതുമ്പോൾ വി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു വിക്ക് എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും ഉണ്ടായിരിക്കും. സോ എക്സ് കമ്പോണൻറ്റിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ വി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു വി എക്സ് 0 പ്ലസ് ഐ എക്സ് ടി. എക്കും ഉണ്ടായിരിക്കും എക്സ് കമ്പോണൻറ്റും വൈ കമ്പോണൻറ്റും. വി വൈ കമ്പോണൻറ്റ് എന്തായിരിക്കും? വെലോസിറ്റിയുടെ വി വൈ വിച്ച് ഇസ് ഈക്വൽ ടു വി വൈ 0 പ്ലസ് എ വൈ ടി എന്നുള്ളതായിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻസൊക്കെ ഒന്ന് ഓർത്തിരിക്കണം. ഇനി നമ്മളതിൻ്റെ പൊസിഷൻ വെച്ചിട്ട് എഴുതുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് എസ് വിച്ച് ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് ഇക്വേഷൻസ് അറിയാമായിരുന്നു. എന്താണ്? വി 0 ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. ഈ എസിൻ്റെ പകരം നമുക്ക് എക്സ് മൈനസ് എക്സ് 0 എന്ന് എഴുതാം. ഓക്കെ, ഈ എസിന് പകരം എന്ത് എഴുതാം?
എക്സ് മൈനസ് എക്സ് സീറോ എന്ന് എഴുതാം. അപ്പോൾ അത് എഴുതുമ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെയായിരിക്കും. ഇതിൽ നിന്ന് എക്സ് ഈക്വൽ ടു എന്ത് എഴുതാം? എക്സ് സീറോ പ്ലസ് വി എക്സ് സീറോ ടി എക്സ് കമ്പോണൻ്റ് എടുക്കുന്നു പ്ലസ് 1/2 എ എക്സ് ടി സ്ക്വയർ. അതേമാതിരി വൈ കമ്പോണൻ്റ് എന്തായിരിക്കും? y which is equal to y0 plus vy0 t plus half ay t square എന്നുള്ളത് വരും. ഓക്കെ, ഇതിൻ്റെ റിലേറ്റീവ് വെലോസിറ്റിയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വി എ ബി വെക്ടർ ദാറ്റ് ഈസ് ഈക്വൽ ടു വി ബി എ വെക്ടറിൻ്റെ മൈനസാണ് വരിക. പക്ഷെ നമ്മളിവിടെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഈ രണ്ട് റിലേറ്റീവ് വെലോസിറ്റിയുടെ മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ആയിരിക്കും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് √VA² പ്ലസ് VB² മൈനസ് 2VA VB കോസ് തീറ്റ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് ഒന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ നെക്സ്റ്റ് ഇവിടെ ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്ലാസ്സുകളിൽ. ഇനി അടുത്തത് പ്രൊജക്റ്റൈൽ മോഷനാണ്. പ്രൊജക്റ്റൈൽ മോഷൻ ഞാൻ പറഞ്ഞു ഒരു 2 ഡയമെൻഷണൽ മോഷനാണ് അണ്ടർ 1 ഡയമെൻഷണൽ യൂണിഫോം ആക്സിലറേഷൻ. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇതിവിടെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്നുണ്ടെങ്കിൽ പ്രൊജക്റ്റൈൽ മോഷൻ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഒരു മാക്സിമം ഹൈറ്റ് എത്തിക്കഴിഞ്ഞാൽ തിരിച്ചിവിടെ ഗ്രൗണ്ടിലേക്ക് തന്നെ എത്തും. ഒരു പരാബോളയാണ് ഈ പ്രൊജക്റ്റൈൽ മോഷൻ്റെ പാത്ത് എന്ന് പറയുന്നത്. പ്രൊജക്റ്റൈൽ മോഷൻ്റെ പാത്ത് എന്ന് പറയുന്നത് പരാബോളയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഇതാണ് മാക്സിമം ഹൈറ്റ്. ആ മാക്സിമം ഹൈറ്റിലേക്ക് എത്താൻ എടുക്കുന്ന ടൈം ടി, തിരിച്ച് ഗ്രൗണ്ടിലേക്ക് എത്താൻ എടുക്കുന്ന ടൈം ടി. ഇതിൻ്റെ മാക്സിമം റേഞ്ച് സംഭവിക്കുന്നത് തീറ്റ ഈക്വൽ ടു 45 ഡിഗ്രി ആകുമ്പോഴാണ്. ഓക്കെ, ഇതിൽ ഓരോന്നിനും വെലോസിറ്റിയുടെ കമ്പോണൻ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു പോയിൻ്റാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ വെലോസിറ്റി ടു ദി ടാൻജൻ്റാണ് വെലോസിറ്റി വെക്ടർ വരും. ഇനി ഈ വെലോസിറ്റിൻ്റെ റിസോൾവ് ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. പ്രൊജക്റ്റൈൽ മോഷൻ്റെ എക്സാമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബുള്ളറ്റ് ഫയർ ചെയ്യണത്, ജാവലിൻ ത്രോയ്ക്ക് നമ്മൾ ജാവലിൻ എറിയണത്, അതേമാതിരി ഫ്ലൈറ്റിൽ നിന്ന് ബോംബ് ഇടുന്നത്, ഇതൊക്കെ എന്താണ്? അല്ലെങ്കിൽ ഒരു സ്റ്റോൺ വെറുതെ ഒരു ഡയറക്ഷനിൽ എറിയണത് ഒക്കെ പ്രൊജക്റ്റൈൽ മോഷനാണ്. പരാബോളിക് പാത്തിൽ പോയി മാക്സിമം ഹൈറ്റ് എത്തി തിരിച്ച് ഗ്രൗണ്ടിലേക്ക് വരുന്നു. ഓക്കെ, അവിടെ നമ്മൾ എയറിൻ്റെ റെസിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യണില്ല. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനിയൊരു ബോഡീനെ പ്രൊജക്റ്റൈൽ മോഷനിൽ നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, ഇതാണ് പ്രൊജക്റ്റൈൽ മോഷൻ. ഇതിൻ്റെ ആംഗിളാണ് θ0 എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ വെലോസിറ്റി വെക്ടറാണ് V0 വെക്ടർ നമ്മൾ അടയാളപ്പെടുത്തിയത്. ഈ വെലോസിറ്റി വെക്ടർ നമ്മൾ രണ്ടാക്കി റിസോൾവ് ചെയ്തു, എക്സ് ആക്സിസിലും വൈ ആക്സിസിലും. എക്സ് ആക്സിസിലുള്ള കമ്പോണൻ്റാണ് V0 കോസ് θ0, വൈ ആക്സിസിലുള്ള കമ്പോണൻ്റാണ് V0 സൈൻ θ0. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ രണ്ട് ഇക്വേഷൻസ് എഴുതുന്നുണ്ട്. അതിന് ബേസിക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ. ഇതിലെ ആക്സിലറേഷൻ്റെ എക്സ് കമ്പോണൻറ്റ് 0 ആണ്. വൈ കമ്പോണൻ്റ് എപ്പോഴും -g ആണ്. കാരണം ആക്സിലറേഷൻ എപ്പോഴും താഴത്തോട്ട്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് എപ്പോഴും താഴേക്കാണ്. അതുകൊണ്ട് അവിടെ -g. അപ്പോൾ വൈ കമ്പോണൻറ്റ് മാത്രമേ ഉള്ളൂ. AY which is equal to -g ആണ്. AX അവിടെ 0 ആയിരിക്കും. പിന്നെ 0 എന്ന് പറഞ്ഞ പൊസിഷനിലാണെന്നുണ്ടെങ്കിൽ x0 0 ആയിരിക്കും, y0 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ രണ്ട് ഇക്വേഷൻസ് ഇവിടെ പറഞ്ഞു. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക. x ഈക്വൽ ടു V0 x t ദാറ്റ് ഈസ് ഈക്വൽ ടു V0 കോസ് θ0 t, y which is equal to y0 y t plus half at square that is equal to V0 sin θ0 t minus half gt square. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ഇക്വേഷൻസും കൂടെ അവിടെ പറഞ്ഞായിരുന്നു. Vx which is equal to V0 cos θ0, അതേപോലെ Vy എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? V0 sin θ0 മൈനസ് GT. ഇവിടെ ആക്സിലറേഷൻ്റെ കമ്പോണൻ്റ് ഇല്ലാതിരുന്നത്. ആക്സിലറേഷൻ്റെ എക്സ് കമ്പോണൻ്റ് 0 ആണ്, അതുകൊണ്ടാണ് അവിടെ ഇല്ലാതിരുന്നത് കേട്ടോ. ഇവിടെ ആക്സിലറേഷൻ്റെ വൈ കമ്പോണൻ്റ് -g ആണ് നമുക്കറിയാം, അതുകൊണ്ടാണ് ഇവിടെ -gt ഉണ്ടായത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ പാത്ത് പാരാബോളിക് ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ ആയിരുന്നു y which is equal to x tan θ മൈനസ് g ഡിവൈഡഡ് ബൈ 2V0 സ്ക്വയർ കോസ് സ്ക്വയർ θ0 ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പ്രൊജക്റ്റൈൽ മോഷൻ്റെ പാത്ത് പാരാബോളയാണ് എന്ന് സൂചിപ്പിക്കുന്ന ഇക്വേഷൻ.
അത് ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ ഹൊറിസോണ്ടൽ റേഞ്ച് കണ്ടുപിടിക്കാൻ ടൈം ഓഫ് ഫ്ലൈറ്റ്, മാക്സിമം ഹൈറ്റ് എക്സ്പ്രഷൻസ് ആണ് പറയുന്നത്. ടൈം ഓഫ് ഫ്ലൈറ്റ് മാക്സിമം ഹൈറ്റിൽ വി കമ്പോണൻറ്റ് 0 ആയിരിക്കും. ബിക്ക് എക്സ് കമ്പോണൻറ്റ് മാത്രമാണ് അവിടെ ഉണ്ടാവത്തുള്ളൂ. ആംഗിൾ തീറ്റ 0 ആയിരിക്കും. പിന്നെ ഇവിടെ നിന്ന് ഒറിജിനൽ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം ഹൈറ്റ് എത്താൻ എടുക്കുന്ന സമയം ടി ആണ്. തിരിച്ച് ഗ്രൗണ്ടിലേക്ക് എത്താൻ എടുക്കുന്ന സമയം ടി ആണ്. അപ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റൈൽ മോഷൻ്റെ മൊത്തം പാത്ത് കവർ ചെയ്യാൻ എടുക്കുന്ന മൊത്തം ടൈമാണ്. അപ്പോൾ അവിടെ എന്ത് വരും? 2t എന്ന് വരും. 2t എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ ടിയുടെ ഇക്വേഷൻ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള എന്താണ്? vy = v0 sin θ 0 - gt എന്നുള്ള ഇക്വേഷനിൽ നിന്ന് ടിയുടെ ഇക്വേഷൻ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ചെയ്യുമ്പോൾ ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടും. ടൈം ഓഫ് ഫ്ലൈറ്റ് TF = 2v0 sin θ 0 / g. ഈ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം. പ്രോബ്ലംസ് ചെയ്യാൻ ആവശ്യം വരുന്നതാണ്. നെക്സ്റ്റ് വൺ ഈസ് നമുക്ക് പഠിക്കേണ്ടത് ഒന്നാണ് മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത് ഇവിടം വരെയാണ് മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. ആ മാക്സിമം ഹൈറ്റിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് HM എന്ന് പറയുന്നത്. ഡെറിവേഷൻ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. HMൻ്റെ ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. മാക്സിമം ഹൈറ്റ് HM = v0² sin² θ 0 / 2g. ഇനി എന്താണ് ഹൊറിസോണ്ടൽ റേഞ്ച്? ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റൈൽ മോഷൻ ഈ ഗ്രൗണ്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം ഹൈറ്റ് എത്തി അവിടെ നിന്ന് തിരിച്ച് ഗ്രൗണ്ടിലേക്ക് പതിക്കുന്ന അത്രയുമുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ റേഞ്ച് കാണാൻ, ഡിസ്റ്റൻസ് കാണാൻ വെലോസിറ്റി ഇൻറ്റു ടൈമാണ്. അതേപോലെ ഹൊറിസോണ്ടൽ വെലോസിറ്റി ഇൻറ്റു ടൈം ഓഫ് ഫ്ലൈറ്റ്. ഹൊറിസോണ്ടൽ വെലോസിറ്റി എന്ന് പറയുന്നത് വെലോസിറ്റിയുടെ എക്സ് ആക്സിസിലുള്ള ഇവിടെ എഴുതിയിട്ടുള്ള കമ്പോണൻ്റ് ആണ് കേട്ടോ. അങ്ങനെ ഹൊറിസോണ്ടൽ റേഞ്ച് r = v0² sin 2θ 0 / g. ആ ഇക്വേഷനും പഠിച്ചു വയ്ക്കണം. ഇവിടെ ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ആവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. മാക്സിമം ആവേണ്ടത് എപ്പോഴാണ്? θ 0 = 45 ഡിഗ്രിയാണ്. കാരണം sin 2θ 0 എന്ന് പറയുന്നത് 1 ആവുമ്പോഴാണ് ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ആവുക. ഇത് 1 ആവണമെന്നുണ്ടെങ്കിൽ ആംഗിൾ θ 0 എന്ന് പറയുന്നത് 45 ഡിഗ്രി കിട്ടണം. സോ മാക്സിമത്തിലുള്ള ഹൊറിസോണ്ടൽ റേഞ്ച് RM = v0² / g എന്നായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇത്രയും ടൈമാണ് പ്രൊജക്റ്റൈൽ മോഷനെ കുറിച്ച് പറയാനുള്ളത്. യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് സർക്കുലർ പാത്ത് കൂടിയാണ് മൂവ് ചെയ്യുന്നത് വിത്ത് എ കോൺസ്റ്റൻറ്റ് സ്പീഡ്. സ്പീഡ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് അതിന് യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറയാം. പക്ഷേ വെലോസിറ്റിയുടെ ഡയറക്ഷൻ ഡിഫറൻ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ ഈ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നത് ഈ സർക്കുലർ പാത്ത് കൂടിയാണ്. ഇതിലൊരു പോയിന്റ് എടുത്താൽ ആ പോയിന്റിൻ്റെ ടാൻജൻ്റ് ആയിരിക്കും വെലോസിറ്റിയുടെ ഡയറക്ഷൻ തരിക. കണ്ടോ, ഒരു പെർട്ടിക്കുലർ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ടാൻജൻറ്റ് ടു ദി പോയിന്റ് ആയിരിക്കും വെലോസിറ്റിയുടെ ഡയറക്ഷൻ തരിക. അപ്പോൾ വെലോസിറ്റിയുടെ ഡയറക്ഷൻ അവിടെ ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. പക്ഷേ എന്താണ്? കോൺസ്റ്റൻറ്റ് സ്പീഡാണ്. അതിൻ്റെ എക്സാമ്പിൾസ് ഒരു ക്ലോക്കിൽ സെക്കൻഡ് ഹാൻഡിൻ്റെ മോഷൻ, ഫാൻ കറങ്ങുന്നത്, ഫാനിൻ്റെ മോഷൻ ഒക്കെ യൂണിഫോം സർക്കുലർ മോഷന് എക്സാമ്പിളാണ്. ഇനി കുറച്ച് ഇക്വേഷൻസ് നമുക്ക് പറയാം. ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഇപ്പോൾ ഇത് സർക്കുലർ പാത്ത് ആണെന്നുണ്ടെങ്കിൽ ഇത് സെൻറ്റർ O, ഇത് നമ്മുടെ ഒബ്ജക്റ്റ് A ഇവിടെ ഇരിക്കുന്നു, ഇതിൻ്റെ റേഡിയസ് വെക്റ്റർ. ഈ ഒബ്ജക്റ്റിന് കുറച്ച് കഴിഞ്ഞപ്പോൾ B എന്ന് പറഞ്ഞ പോയിന്റിലേക്കായി. അപ്പോൾ അവിടെ സംഭവിച്ചിട്ടുള്ള ഡിസ്പ്ലേസ്മെൻ്റ് ആണ് എന്ത്? ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. റേഡിയസ് വെക്റ്റർ സ്റ്റെപ്പ് ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് തീറ്റ എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എന്ത്? ആർക്ക് AB / റേഡിയസ് എന്ന് പറയുന്നത്. ഓക്കെ, ആർക്ക് AB / റേഡിയസ്. ഇനി ആംഗുലർ വെലോസിറ്റി ഒമേഗയാണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ തീറ്റ /Δt ആണ്. ആംഗുലർ വെലോസിറ്റി ചേഞ്ച് ഇൻ ആംഗുലർ ഡിസ്പ്ലേസ്മെൻറ്റ് / ചേഞ്ച് ഇൻ ടൈം ആണ്. ഇനി ടൈം പീരീഡ് T = 2π/ω ആണ്. ഫ്രീക്വൻസി ന്യൂ = 1/t ആണ്. ദാറ്റ് മീൻസ് ഒരു സെക്കൻഡിലുള്ള നമ്പർ ഓഫ് റൊട്ടേഷൻസ് ആണ് ഫ്രീക്വൻസി. ആംഗുലർ ആക്സലറേഷനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്ററാണ് ആൽഫ എന്ന് പറയുന്നത്. അതെന്തായിരിക്കും? ടൈം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ വെലോസിറ്റി, ദാറ്റ് ഈസ് dω/dt എന്ന് എഴുതാം. ഇനി നമ്മളിവിടെ ഹെഡിങ്ങിൽ പറഞ്ഞ പോലെ റിലേഷൻ ബിറ്റ്വീൻ ദി ലീനിയർ വെലോസിറ്റി ആൻഡ് ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് v = r ω ആണ്. ഇതിൻ്റെ ഡെറിവേഷൻ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. റിലേഷൻ ബിറ്റ്വീൻ ലീനിയർ ആക്സലറേഷൻ ആൻഡ് ആംഗുലർ ആക്സലറേഷൻ എന്ന് പറയുന്നത് A = r ആൽഫയാണ്.
സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിഫോം സർക്കുലർ മോഷനിലുള്ള ഒരു ബോഡിക്ക് ഒരു ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. ആ ആക്സിലറേഷൻ എപ്പോഴും എന്തിലായിരിക്കും? ടുവാർഡ്സ് ദി സെൻറ്റർ ആയിരിക്കും. കാരണം അവിടെ വെലോസിറ്റിയുടെ ഡയറക്ഷന് ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. സോ വെലോസിറ്റിക്ക് ചേഞ്ച് ഉള്ളതുകൊണ്ട് അവിടെ ഒരു ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. അതാണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ഈ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ AC ആണ്. ഇതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും ടുവാർഡ്സ് ദി സെൻറ്റർ ആയിരിക്കും. അതിൻ്റെ ഇക്വേഷൻ ഡിഫറെൻറ്റ് ഫോംസ് നമ്മൾ ഡെറിവേഷൻ ഉൾപ്പെടെ പറഞ്ഞിരുന്നു. ഇവിടെ ഇക്വേഷൻ മാത്രം പറയാണ്. AC which is equal to V²/R or AC സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ AC which is equal to R⍵² or AC which is equal to എന്താണ് Vω. അപ്പോൾ ഈ 3 എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചു വയ്ക്കണം പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഡെറിവേഷൻ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളിവിടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.